ചിന്തിക്കുന്നവരൊക്കെ. എങ്ങനെ പറ മനസ്സിലാകും നമുക്ക്? നമുക്ക് കർത്താവ് എന്നോട് സംസാരിക്കാറില്ല എന്ന് പലർക്കും കംപ്ലൈന്റ് ഉണ്ട്. കർത്താവ് എന്നോട് സംസാരിക്കാറില്ല. വെറുതെ കർത്താവ് നമ്മളോടൊക്കെ സംസാരിക്കാറുണ്ട്. കർത്താവ് നമ്മളോട് ആരോടും വഴക്കിട്ട് നടക്കുന്നതേയില്ല. കർത്താവ് നമ്മളോടെല്ലാം സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ട്. ആന്റണി നോക്കി, സൂക്ഷ്മക്കിന്റെ ആന്റണി പുള്ളിനെ വിളിച്ചു. അദ്ദേഹം ചോദിച്ചതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് പലർക്കും മനസ്സിലായില്ല എന്താ ചോദിച്ചതെന്ന്. അദ്ദേഹം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. അറബിയിൽ ഒരു ചോദ്യമാണ് ചോദിച്ചത്. പേരെന്താ? അദ്ദേഹത്തിന് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായതിന്റെ കാര്യം എന്താ? അദ്ദേഹത്തിന് മനസ്സിലായതിന്റെ കാര്യം എന്താ? ഞാൻ ഒന്നുകൂടി പറയട്ടെ. അദ്ദേഹത്തിന് മനസ്സിലായതിന്റെ കാര്യം അറബി അദ്ദേഹത്തിന്റെ ഉള്ളിൽ നേരത്തെ ഉണ്ടായതുകൊണ്ടാണ്. ശരി, അറബി ഭാഷ അദ്ദേഹത്തിന്റെ ഉള്ളില് നേരത്തെ ഉണ്ടായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന്റെ കാരണം അറബി ഭാഷ നേരത്തെ നിങ്ങളുടെ ഉള്ളിൽ ഇല്ല, അതുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞ. ശരിയല്ലേ? പേരെന്താ? ഉണ്ടാവും. ഉത്തരം പറഞ്ഞു കേട്ടോ. മലയാളത്തിൽ പറഞ്ഞപ്പോ മനസ്സിലായി. എന്തുകൊണ്ടായി? അറബിയിൽ പറഞ്ഞപ്പോ മനസ്സിലായില്ല, മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായതിന്റെ കാര്യം മലയാളം നേരത്തെ അകത്ത് ഉണ്ടായിരുന്നു. അമ്മ പഠിപ്പിച്ചു തന്നു, അപ്പച്ചൻ പഠിപ്പിച്ചു തന്നു, എല്ലാ സ്കൂളിൽ പോയി പഠിച്ചു. ഇതെല്ലാം അകത്ത് ഉള്ളതുകൊണ്ട് മലയാളം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അറബി പറഞ്ഞപ്പോ മനസ്സിലായ കാര്യം അറബി നേരത്തെ അകത്തില്ലാത്തത് കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ അകത്തുള്ളത് അത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ശരിയല്ലേ? അപ്പോ ദൈവം പറഞ്ഞത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഈ വചനം അകത്ത് വേണം. മനസ്സിലായോ? ഈ വചനം ആദ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് ദൈവം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാകുന്ന വിഷയം ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ വചനം മനസ്സിലാക്കുക, അകത്ത് വെക്കുക. സ്തോത്രം. ഈ വചനം മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിനകത്ത് വെക്കണം. ഹൃദയത്തിനകത്ത് വെച്ചാൽ ദൈവം ഈ വചനപ്രകാരം എന്ത് പറഞ്ഞാലും ഉടനെ നമുക്ക് മനസ്സിലാകും, നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. ഈ വചനം അകത്തില്ലയോ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നോക്കിയേ, ഈ വചനം കൊണ്ട് നമ്മുടെ സാഹചര്യത്തെ, ഈ വചനം കൊണ്ട് എഴുതപ്പെട്ട ഈ വചനം കൊണ്ട് നമ്മളുടെ സാഹചര്യത്തെ മാറ്റാൻ പറ്റില്ല, പക്ഷെ ചിന്തയെ മാറ്റാം. ശരിയല്ലേ? ഈ വചനം അകത്ത് സംഗ്രഹിച്ചാൽ ചിന്ത മാറത്തില്ലേ? പക്ഷെ സാഹചര്യം മാറില്ല. സാഹചര്യം മാറണമെങ്കിൽ ഈ വചനം അകത്തുണ്ടെങ്കിൽ കേട്ട വചനം, ഈ വചനപ്രകാരം ദൈവം നമുക്കൊരു വചനം തരും. അത് പറയാ, ഇത് പറയല്ല. മനസ്സിലായോ? എഴുതപ്പെട്ട വചനം കൊണ്ട് ഹൃദയം നിറച്ചാൽ നമുക്ക് കേൾക്കുന്ന വചനം മനസ്സിലാകും. കേട്ട വചനം നമ്മുടെ കയ്യിലുണ്ടോ നമുക്ക് സാഹചര്യം മാറ്റാം, അത് ഉപയോഗിച്ച്. സ്തോത്രം. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. അപ്പോ സാഹചര്യങ്ങളെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഹൃദയത്തിന്റെ ചിന്തകളെ മാറ്റുന്നത് എഴുതപ്പെട്ട വചനം കൊണ്ട് ഹൃദയത്തിന്റെ ചിന്തകൾ മാറ്റാം. പക്ഷെ അതുകൊണ്ട് ലോകത്തിലെ സാഹചര്യം മാറില്ല. സാഹചര്യം മാറണമെങ്കിൽ ജനിച്ച വചനം വേണം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. അത് നമ്മൾ ഉപയോഗിച്ച സാഹചര്യം മാറും. എഴുതപ്പെട്ട വചനം ഉപയോഗിച്ചാൽ ചിന്തകൾ മാറും. സ്തോത്രം. വചനം നമുക്ക് കേൾക്കുന്ന വചനം, ജനിച്ച വചനം മനസ്സിലാകണമെങ്കിൽ ആദ്യം ചിന്ത മാറണം.
അപ്പോൾ ഈ വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകളും മാറും. ചിന്തകൾ മാറിയാൽ ദൈവത്തിൽ ജനിക്കുന്ന വചനം നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലായാൽ തുടർന്ന് നാം അത് ഉപയോഗിച്ചാൽ സാഹചര്യം മാറും. അങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് വചനം കൊണ്ട് ജീവിക്കുക. ഒരു ലീവിങ് മെത്തേഡാ അത്, ജീവിത രീതിയാ. കർത്താവ് പറഞ്ഞു 2 ലീവിങ് സ്റ്റൈലുണ്ട്. ഒന്ന് അപ്പം കൊണ്ട് ജീവിക്കുക. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം കൊണ്ടല്ല, വായിൽ നിന്ന് വരുന്ന ജനിച്ച വചനം കൊണ്ട് മനുഷ്യന് ജീവിക്കാം. സ്തോത്രം. 2 രീതിയുണ്ട്. അപ്പോൾ ആ രീതി സമയം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും, അല്ല എങ്കിൽ നിങ്ങൾ DVD വാങ്ങിക്കുക. വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, വചനം കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലായി 2 ഗവൺമെന്റിന്റെ കീഴിലാണ് ഇവിടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഒന്ന് ഈ ലോകത്തിലെ ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ സ്വർഗീയ ഗവൺമെന്റ്. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ ഈ ലോകത്തിലെ ഗവൺമെന്റ് നമ്മളൊരു അല്പകാലം മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു ശവപ്പെട്ടി നിങ്ങൾ ഇതിന് നടുവിൽ കാണുന്നു. നമ്മള് ഈ ലോകത്ത് നിന്ന് ഈ ശരീരം ഉപേക്ഷിച്ച് ഇപ്പുറത്തേക്ക് മാറുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഇല്ലാതെയാവുന്നതേ ഉള്ളൂ. നമ്മൾ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ മാറി ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മളിവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടുള്ളൂ, വാട്ടർ ബില്ല് കൊടുക്കേണ്ടുള്ളൂ. ഈ ഗേറ്റിൽ കൂടി ഇപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് മേടിക്കാൻ പറ്റുമോ? ആളോട് ടാക്സ് മേടിക്കാൻ പറ്റുമോ? ഒന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ ഡയറക്റ്റ് ഈ ഗവൺമെന്റിന്റെ കീഴിലായി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ഇന്ന് ഈ സമയത്ത് തന്നെ ഈ ദൈവരാജ്യത്തിലെ ഗവൺമെന്റിന്റെ കീഴിലാണ് എങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്കൊന്നും നഷ്ടമാകത്തില്ല. സ്തോത്രം. ഒരു സമയത്ത് 2 ഗവൺമെന്റ് കീഴിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഉയരത്തിലെ ഗവൺമെന്റിന്റെ രീതിയിൽ നാം പ്രവർത്തിച്ച് നാം മുന്നോട്ടേക്ക് വരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടമാകാൻ ഒന്നുമില്ല. പക്ഷേ ഈ ലോകത്തിലേത് മാത്രം നോക്കി നാം പോകുന്നുവെങ്കിൽ ധാരാളം നഷ്ടമാകും. വളരെ കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകുവാനിടയാണ്. ലോകത്തിലെ ഗവൺമെന്റിന് ഒരു മനുഷ്യനുള്ള അധികാരം അവൻ ആ ഗേറ്റ് കടന്നു പോകുന്നത് വരെ ഉള്ളൂ. മരണമാകുന്ന ഗേറ്റ് കടന്നു പോകുന്നത് വരെ ഉള്ളൂ. അതിനുശേഷം അവന്റെ മേൽ അധികാരമില്ല. എന്നാൽ ദൈവരാജ്യത്തിന് അകത്തും ഈ ലോകത്തിൽ അവനായിരിക്കുമ്പോഴും ഈ പുറത്തായിരിക്കുമ്പോഴും ഒരു സമയത്ത് അവന്റെ മേൽ അധികാരമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ വലിയ അധികാരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നു. എങ്ങനെയാ വന്നേ? ഒരു കൊച്ചു ശരീരം നമുക്ക് കിട്ടിയത് ഇപ്പോഴാണ് നമ്മൾ വന്നേ. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇല്ലേ? ഈ ഒരു അവസ്ഥ എല്ലാവർക്കും ഇല്ലേ? ആ ബോഡി കർത്താവ് തന്നപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നത്. കാരണം ഈ ലോകത്തിന്റെ യൂണിഫോമാണ് ഈ ബോഡി. മനസ്സിലായോ? ഈ ലോകത്തിന്റെ യൂണിഫോമാ. ഈ യൂണിഫോം ഇല്ലാതെ ആർക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. സാക്ഷാൽ ദൈവം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും ഈ യൂണിഫോം ഇട്ടാ വന്നത്. അപ്പൊ യൂണിഫോം വേണം. യൂണിഫോം എന്ന് വിട്ടോ അന്ന് ഇവിടുന്ന് ലോകത്ത് പോക്കോണോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെയാണോ യൂണിഫോം വേണം. അപ്പോ ലോകത്തിലേക്ക് കേറുവാൻ ഒരു ഗേറ്റ്, ഈ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്ന ദൈവമാട്ടോ. ഈ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. കുറെ നാളുകൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസും പത്രോസും തോമാസും ഒക്കെ ഗേറ്റ് തുറന്നു വന്നു ഇല്ലേ? അവര് പോയി ആ ഗേറ്റ് തുറന്നു. മരണമായുള്ള ഗേറ്റ് അത് തുറന്നു. അവരൊക്കെ പോയി. 500 വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതറും അവർ ഗേറ്റ് തുറന്ന് വന്നു. അവരും പോയി. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഗേറ്റ് തുറന്ന് വന്നിരിക്കുക. നമ്മളും പോകാൻ പോവാ ഗേറ്റ് അടച്ച്. അപ്പോ ഗേറ്റ് തുറന്ന് വന്നു. ജന്മം എന്ന ഗേറ്റ്, മരണം എന്ന ഗേറ്റിൽ ആ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നു.
നോക്കിയേ, ഒരു ഫാക്ടറിയിൽ ജോലിക്കാരനെ പോലെ ഇല്ലേ ഇത്? രാവിലെ, അല്ലെങ്കിൽ ഒരു നേഴ്സിനെ പോലെ ഇല്ലേ? രാവിലെ ഫാക്ടറിക്കാണെങ്കിൽ യൂണിഫോം വേണം. യൂണിഫോം ഇട്ടു. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെങ്കിൽ നേഴ്സിൻ്റെ വസ്ത്രം ഇടണം. ഇട്ടു, യൂണിഫോം ഇട്ടു, പണി കഴിഞ്ഞു, യൂണിഫോം ഊരി, ആള് പോയി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കിട്ടുന്നുണ്ടോ? സ്തോത്രം. ഇവിടെ നിന്ന് ഇറങ്ങി വന്നു, ഇത് ഞാൻ പറയാം. ഇറങ്ങി വന്നു, ഒരു യൂണിഫോമിൻ്റെ ഉള്ളിൽ കയറി, പണി കഴിഞ്ഞു, യൂണിഫോം ഊരി വെച്ചു, ആള് പോയി. അപ്പോ ഒരു യൂണിഫോം മാത്രമായിട്ട് ഇത് കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന്. ഒരല്പകാലം മാത്രം ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് യൂണിഫോം. ഇനി നമ്മൾ നോക്കിയേ, ഇതിപ്പോൾ നിങ്ങൾക്ക് എന്നാ പറയാൻ പറ്റും? ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തെ എന്നാ പറയാം? ഇവിടെ നിന്ന് ജനിക്കുന്നു, കുറച്ച് ദിവസം ഓടുന്നു, ഇവിടുന്ന് ഉടുപ്പ് ഊരിയിട്ട് ആള് പോകുന്നു. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ചായ അരിക്കുന്ന ഒരു ഫിൽറ്റർ പോലെ ഇല്ലേ? ഒന്ന് അരിക്കുന്നത് പോലെ ഇല്ലേ? ആളുകൾ ഇതിൽ കൂടി കയറ്റുന്നു, ഇതിൽ കൂടി കയറ്റി വിടുന്നു. ഓരോരുത്തരെ കയറ്റി. നോഹേനെ കയറ്റി, അബ്രഹാത്തെ കയറ്റി, ദാവീദിനെ കയറ്റി, പത്രോസിനെ കയറ്റി, പൗലോസിനെ കയറ്റി, മാർട്ടിൻ ലൂതറെ കയറ്റി, ഇന്ന് നമ്മളെയും കയറ്റി ഇവിടെ എത്തിയിരിക്കുക. പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ പോലെ ഇല്ലേ? എ സിയുടെ ഫിൽറ്റർ ഇല്ലേ? വാട്ടർ ഫിൽറ്റർ. ഇതുപോലെ ഒന്ന് ഫിൽറ്റർ പോലെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത്. ഫാമിലി ഓഫ് ഗോഡ് പഠിച്ചവർക്കറിയാം, അതിൻ്റെ സന്ദേശം ഇതായിരുന്നു. ദൈവം തൻ്റെ കുടുംബത്തെ ഒരു ടെസ്റ്റിലൂടെ യഥാസ്ഥാനപ്പെടുത്തുന്നു. God is restoring his family through a test. ഇതാണ് ഫാമിലി ഓഫ് ഗോഡിന്റെ സന്ദേശം. ഇതാണ് ജനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ ഉടുപ്പ് കൊടുത്തിട്ട് ഗേറ്റിങ് വിടും. മണ്ണുകൊണ്ടുള്ള ഒരു ഉടുപ്പ് എടുത്തിട്ട് ഗേറ്റ് വിടും, പോകോ. എന്നിട്ട് സ്വർഗത്തിലെ ദൈവം ഉയരത്തിലിരുന്ന് നോക്കുകയാണ് അവൻ എങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് കഴിഞ്ഞു വരുമ്പോൾ മനുഷ്യന്റെ സകല പ്രവൃത്തിയെയും തൂക്കി നോക്കും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിട്ടുന്നതും കുടുംബജീവിതത്തിലാണ്. അതായത് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ പിശാച് പിടിക്കുന്നത് അവിടെയാണ്. അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അനുഗ്രഹീത ദൈവദാസനോട് കേൾക്കുവാനിടയാകും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആരും രണ്ടാം സെക്ഷൻ കഴിഞ്ഞിട്ട് പോകരുത്. അടുത്ത സെക്ഷൻ കഴിഞ്ഞത് ഇന്നലെ വൈകുന്നേരമായപ്പോൾ തീരെ ആൾ കുറവായിരുന്നു. കാരണം ഇങ്ങനെ സഹോദരിമാരെ കൂടി അങ്ങ് പോയി. പുറത്തുനിന്ന് വരുന്നവർക്കും അതൊരു ഹർട്ട് ചെയ്യുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ഇത്തിരി സഹിച്ചായാലും നിൽക്കാൻ പ്രത്യേകം ഓർപ്പിക്കുക. ചെയ്തില്ലയോ? ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ ഒരു പോയിന്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. ഇതൊരു വിത്താണ്. ഈ വിത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താ വിത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ആദം. ആദം എന്നൊരൊറ്റ വിത്തേ ഉണ്ടായുള്ളൂ. ആ ഒരൊറ്റ വിത്തിൽ നിന്നാണ് ബാക്കി സകല വിത്തും വന്നത്. നമ്മളെല്ലാം ഈ ആദം